ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ ഇന്നലെ ഞാൻ എക്സസൈസ് തന്നിരുന്നു, കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, ബഷീർ സാർ അതുപോലെ ജോജി സാർ ഒക്കെ ചെയ്ത് നോക്കിയാ? നമ്മള് ചെയ്ത് നോക്ക്. ഇന്നിപ്പോ കിട്ടണില്ല. ഇന്ന് 3 ചെയ്തപ്പോ തന്നെ സാധനം കഴിഞ്ഞു. യെസ്, ഫ്ലോയിൽ ചെയ്യാം. ഫ്ലോ പറഞ്ഞ ടൂള് പരിചയപ്പെടുത്തിയിരുന്നു. ഫ്ലോയിലല്ല, ഞാൻ മറ്റതിൽ ഞാൻ പറഞ്ഞത് ചാറ്റ് ആ 3 ഞാൻ വിട്ടിരുന്നു. ചാറ്റ് ജെമിനിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, നിങ്ങൾ ഫ്ലോ ഉപയോഗിക്കട്ടോ. ലിമിറ്റ് കഴിഞ്ഞാൽ ഫ്ലോ ഉപയോഗിക്കാം. ഫ്ലോ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഫ്ലോ യൂസ് ചെയ്തില്ല. ഇത് ഇന്നലെ ചെയ്ത് നോക്കിയത് ജെമിനിയിലും ചാറ്റ് ഓക്കെ, 2 ചെയ്ത് ചാറ്റ് 2 ചെയ്ത് 3ാമത്തെ ചെയ്തപ്പോഴത്തേനും സാധനം പിന്നെ പോയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലോ ലാബ്സ് പറഞ്ഞ ടൂൾ ഉണ്ട്. അത് ഉപയോഗിച്ച് അൺലിമിറ്റഡ് ആയിട്ടെങ്കിൽ ചെയ്യാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ, ഇതാണ് അതിന്റെ വെബ്സൈറ്റ് വരുന്നത്. ഇപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് ഫ്ലോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല, സ്ക്രീൻ വരുന്നില്ല. എല്ലാവരും ജോയിൻ ചെയ്തോ? ഷാലമി സർ, മീഡിയ ഓൺ, എംസിയിൽ ജോജി സർ, അബി. ഓക്കെ, ഇപ്പൊ ഇന്നലെ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യട്ടോ. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ ബ്രാൻഡിൽ എങ്ങനെ നമുക്ക് ചെയ്യാം. ഇന്നലെ റാൻഡം പ്രോംപ്റ്റ് കൊടുത്തു, നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻഡിൽ നമുക്ക് നമ്മുടെ ലോഗോ ഒക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് കമ്പനിക്ക് ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ ഒക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അതിൽ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിലാക്കി വെക്കുക. അത് നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ലോഗോ വെച്ചിട്ട് ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. സിമ്പിൾ ആണ്, വിഷയമൊന്നുമില്ല. നമ്മുടെ കമ്പനിയുടെ ലോഗോ വെച്ചിട്ട് എങ്ങനെ ഒരു പോസ്റ്റർ മേക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോഗോ വെച്ചിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഇന്നലത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഇന്നലെ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. അതിൽ ഒരു സംശയം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ പ്രോംപ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം ഒരു ജ്യൂസിന്റെയും ഒരു പെർഫ്യൂമിന്റെയും എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഈ പ്രോംപ്റ്റ് അതിനു വേണ്ടി പ്രത്യേകം പ്രോംപ്റ്റ് നമ്മൾ ഉണ്ടാക്കണ്ടേ നേരം വേറെ? നിങ്ങൾ ചെയ്ത് നോക്കിയിരുന്നോ? അതാ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രോപ്പറായിട്ട്. യെസ്, പ്രോംപ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അതെങ്ങനെയാ ഉണ്ടാക്കണേ അന്നേരം? ആ തന്നതിൽ നിന്ന് അതിനകത്ത് ചേഞ്ച് ചെയ്യുവാണോ അല്ലെങ്കിൽ വേറെ ഉണ്ടാക്കി എടുക്കുവാണോ ചെയ്യേണ്ടത് നമുക്ക്? ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ചെയ്യാനാണ് പറഞ്ഞത്. പല ആളുകളും പല രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ തന്ന സാമ്പിൾ ജ്യൂസ് ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ജ്യൂസ് ബ്രാൻഡിന് വേണ്ടി ഒരു പ്രോംപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാം. ചാറ്റ് ജിപിടിനോട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് 2 പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാവുന്ന ജ്യൂസ് ബ്രാൻഡിന് വേണ്ടിയിട്ടുണ്ട്, പെർഫ്യൂമിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചാറ്റ് ജിപിടിനോട് പറയാം, ആദ്യം ജ്യൂസ് ബ്രാൻഡിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു പോസ്റ്റർ നിർമ്മിച്ച് തരണം. അതിന് എനിക്ക് പ്രോംപ്റ്റ് വേണം. സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ എന്തോ ഐ നീഡ് എ പോസ്റ്റർ ഫോർ എ ജ്യൂസ് ബ്രാൻഡിന് പേരുണ്ടെങ്കിൽ ബ്രാൻഡിന് പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സാമ്പിൾ കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾ കൊടുത്താൽ തന്നെ ബ്രാൻഡ്. സോ
give me prompt. Give me, sorry, സ്ക്രീൻ വർക്കിംഗ് ആണല്ലോ അല്ലേ? വർക്കിംഗ്. സോ ഗീവ് മീ പ്രോംപ്റ്റ് ഫോർ ദാറ്റ്. ഇതിനു വേണ്ടി ജ്യൂസ് ബ്രാൻഡിന് വേണ്ടി എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം, അതിന് വേണ്ടി പ്രോംപ്റ്റ് തരണം എന്ന് നമ്മൾ പറയാണ്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടിയുള്ള പ്രോംപ്റ്റ് ChatGPT ക്രിയേറ്റ് ചെയ്ത് തരും. ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് നിർമ്മിക്കാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ബ്രാൻഡാണ്, ഏത് തരത്തിലുള്ള ബ്രാൻഡാണ് എന്നൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടും കൊടുക്കാം. പിന്നെ ഇപ്പോൾ ജ്യൂസി എന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് വേണം, ഒരു പ്രോംപ്റ്റ് വേണമെന്നാണെങ്കിൽ ജ്യൂസിയാണ് ബ്രാൻഡ് നെയിം എന്ന് കൊടുക്കാം. അതിന്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. അതുപോലെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ സ്പെഷ്യൽ സർവീസ്, അവരെ ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ ടാഗ് ലൈൻ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹിൻസ് നമുക്ക് കൊടുക്കാം. ഹിൻസ് വെച്ചിട്ട് നമുക്ക് പ്രോംപ്റ്റ് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ChatGPT പോയിന്റുകളായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് ChatGPT എന്ത് ചെയ്തോളും, പ്രോംപ്റ്റ് ആക്കി മാറ്റിയോളും. സാറേ അതെ, ഈ പ്രോമിറ്റ് വേണം, എനിക്ക് ഒരു പ്രോമിറ്റ് വേണം എന്ന് നമ്മൾ അപേക്ഷിച്ചാൽ അക്കൂട്ടത്തിലാണ് ഇതൊക്കെ കൊടുക്കേണ്ട കണ്ടന്റുകളൊക്കെ? യെസ്, അത് കൊടുത്താൽ ആ കണ്ടന്റ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോംപ്റ്റ് നമുക്ക് തരും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നല്ലൊരു പോസ്റ്റർ നമ്മൾ എവിടെയെങ്കിലും കണ്ട് നല്ലൊരു പോസ്റ്റർ ഉണ്ട്, എനിക്ക് ആ പോസ്റ്ററിന്റെ പ്രോംപ്റ്റ് എങ്ങനെ ഉണ്ടാക്കണേ? ആ പോസ്റ്ററിന്റെ പ്രോംപ്റ്റിൽ ഇട്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ആ പോസ്റ്റർ കാണിച്ചിട്ട്, ആ പിക്ചർ കാണിച്ചിട്ട്, ആ പിക്ചറിൽ നിന്ന് എങ്ങനെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ പറ്റുമോ? യെസ്, അങ്ങനെയും പറ്റും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ലാപ്പ് കണക്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഫോണിൽ കാണിക്കേണ്ടി വരും. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, ഞാൻ പറയുന്ന പോലെ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ സ്ക്രീൻ ഇപ്പൊ നേരത്തെ കൊടുത്തിട്ട് ഐഡിയ പോസ്റ്റ് ഫോർ എ ജ്യൂസ് ബ്രാൻഡ്, സോ ഗിവ് മീ പ്രോംപ്റ്റ് ഫോർ ദാറ്റ്. അപ്പൊ അതിനൊരു പ്രോംപ്റ്റ് തരും. ഓക്കെ, ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഇടാം. ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്ററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, വേണമെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ആ സേവ് ചെയ്തിട്ടുള്ള പോസ്റ്റർ ChatGPT അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പറയാം, ഇതുപോലത്തെ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം എന്ന് പറയാം. അപ്പോ ആ പോസ്റ്റർ ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് നമുക്ക് ChatGPT തരും. ആ പ്രോംപ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ആ പോസ്റ്ററിൽ അവരുടെ ബ്രാൻഡും അവരുടെ ലോഗോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക അല്ലെ? അതെ, അത് മാറ്റി കൊടുത്താൽ മതിയല്ലോ. പ്രോംപ്റ്റ് വായിച്ചിട്ട് എവിടെ മാറ്റം വരുത്തി നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലാപ്പ് ഒന്ന് കണക്ട് ചെയ്യട്ടെ, നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല പോസ്റ്റർ കിട്ടുന്ന പിൻട്രസ്റ്റ് എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്, ഞാൻ ഫ്രീ വർക്ക്ഷോപ്പിലൊക്കെ കാണിച്ചിരുന്നു. സ്ക്രീന് കാണുന്നില്ലല്ലോ, എവിടെ പോയി? 1 മിനിറ്റ്. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പൊ തന്നെ ആദ്യം ഒരു പ്രോംപ്റ്റ്, ജസ്റ്റ് ഒരു ജ്യൂസ് ബ്രാൻഡിന് വേണ്ടി പ്രോംപ്റ്റ് വേണമെന്ന് പറയാം, അത് ചെയ്തിട്ടൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തോളൂ. അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് റെഡി ആക്കാം. യെസ്, ഇപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ജ്യൂസ് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത്
നമ്മളെ ഫ്ലോറിന് ടൂളാണ് കേട്ടോ. ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ് ബനാന ഗൂഗിൾ ലാബ്സിന്റെ ഫ്ലോറിന ടൂള്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോസ്റ്റർ നിർമ്മിക്കാൻ പറ്റും. ന്യൂ പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല വെർഷൻസ് ഉണ്ട്. ഇത് ബനാന 2 പറഞ്ഞ മോഡലാണ്. പല മോഡൽസ് അവൈലബിൾ ആണ്. വീഡിയോ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ ഇമേജ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ബനാന 2 ഉണ്ട്, പ്രോ ഉണ്ട്, ഇമേജ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. അതിൽ പല ടൈപ്പ്, വെർട്ടിക്കൽ ആണോ വേണ്ടത്, സ്ക്വയർ ടൈപ്പ് ആണോ, 1:1 റേഷ്യോ ആണോ, ഏത് റേഷ്യോയിൽ വേണ്ടതൊക്കെ നിങ്ങൾക്ക് നിർമ്മിച്ചു തരും. ഓക്കെ, 0 ക്രെഡിറ്റ് ആണ്. അപ്പം എത്ര ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും ആവൂല. അപ്പം എത്രയും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഫ്ലോറിന് ഈ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. പ്രീമിയം ഫ്രഷ് ജ്യൂസിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ChatGPT തന്നിട്ട്. അപ്പം ഇങ്ങനെയും നമുക്ക് പ്രോംപ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ChatGPT കൊണ്ട് നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. പ്രോംപ്റ്റ് ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്തു നമ്മൾ വീണ്ടും ChatGPT ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് പ്ലസ് ഐക്കൺ നിൽക്കുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു, നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് ഇല്ലെങ്കിൽ പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രീമിയം ഫ്രഷ് ജ്യൂസിന് വേണ്ടിയുള്ള അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ ആണ് വേണ്ടത്. എൻ്റെ ഡ്രിങ്ക് ഫ്രഷ് ടുഡേ 100% നാച്ചുറൽ, പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റ് നല്ല ഇഷ്യൂ വരുന്നുണ്ട്. ഞാൻ ഫോണിൽ കാണിക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഫോണിന്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ലാപ്പ് ഭയങ്കര ലാഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. ജ്യൂസ് ബ്രാൻഡിന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു, ഫ്രഷ് ജ്യൂസ്. അപ്പോൾ അതിനൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇത് അറിയില്ലേ? അറിയാത്ത വിഷയമൊന്നുമില്ലല്ലോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ എന്താണ് ഔട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ചെയ്യട്ടോ. സാറേ ഞാനിന്ന് പിന്നെ ഓഫീസിലല്ല, ഡ്യൂട്ടിയിലല്ല, പക്ഷേ കമ്പ്യൂട്ടർ ഒന്നും കയ്യിലില്ല, മൊബൈൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിന്ന് കേൾക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ, പുറത്താണുള്ളത്. ഓക്കെ, നോ പ്രോബ്ലം. യെസ് ജോജി സാർ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഇട്ടിട്ടുണ്ട്. അടിപൊളി ഇന്നലെ യെസ് ഞാൻ ഓവർക്കായിട്ട് തന്നിരുന്നു, ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ഇതിനെങ്ങനെ പ്രോംപ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചത്. അപ്പൊ പ്രോംപ്റ്റ് നമുക്ക് ChatGPT കൊണ്ട് തന്നെ നിർമ്മിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇതാണ് പ്രോംപ്റ്റ് തന്നിട്ടുള്ളത്, പ്രീമിയം ഫ്രൂട്ട് ജ്യൂസ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബ്രാൻഡിൽ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത് ഇവിടെ കൊടുത്തിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് റാൻഡ് ആയിട്ടൊരു ബ്രാൻഡ്, നാച്ചുറൽ ജ്യൂസസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ChatGPT തന്നാണ്. നമ്മളെ ബ്രാൻഡ് നമ്മൾ ലോഗോയിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ തന്നെ നമുക്കൊരു പോസ്റ്റർ നമ്മൾ നിർമ്മിച്ചു, നമുക്ക് നമ്മുടെ ലോഗോ വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റർ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സപ്പോസ് നമുക്ക് ഇവിടെ ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാം, അറ്റാച്ച് ദി ലോഗോ unites in this image 1. ഇമേജ് 1 നമ്മുടെ ഫിനൈറ്റ്സ് എന്ന ലോഗോ ആഡ് ചെയ്യണം എന്ന് ഞാൻ കൊടുക്കുകയാണ്.
പ്ലസ് ഐക്കൺ അമർത്തുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ വരും. നോക്കാം എങ്ങനെയാണ് വരുന്നത് ഔട്ട് നോക്കാം. ഇത് ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ ആണെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. നമ്മുടെ കമ്പനി ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ലോഗോ ഈ പോസ്റ്ററിൽ വേണം എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പൊ എന്താണ് ഔട്ട് വരുന്നത് നോക്കാം. ഇപ്പൊ നിങ്ങളെ കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലോഗോ വെച്ചിട്ടുള്ളതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ജോജി സർ, ഇത് ഏതാ ടൂൾ ഉപയോഗിച്ചത്? ChatGPT തന്നെയാണോ ഈ പോസ്റ്റ് നിർമ്മിച്ചത്? ജോജി സർ, നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഫ്ലോ ആണ്. ഓക്കെ, ഫ്ലോയില് സർ ഫോർമാറ്റ് നിങ്ങളൊന്ന് മാറ്റുക, ഒരു റീൽ ഫോർമാറ്റിലാക്കുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യും. ഫ്ലോയില് നമുക്ക് ഫ്ലോറിന്റെ ടൂളില് പല സൈസ് ഉണ്ടല്ലോ, 16:9, 1:1, 4:2 അങ്ങനെ ഫോർമാറ്റ് കൊടുത്തണല്ലോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, ഏത് ഷേപ്പിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നത്, ലാൻഡ്സ്കേപ്പ് മോഡിൽ വരുന്നത്. അതുകൊണ്ടാണ് അത് മാറ്റി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനത് അതിലുള്ള അങ്ങ് നോക്കിയതേ ഉള്ളൂ, അല്ലാതെ കണ്ടായിരുന്നു. അപ്പൊ ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ 1:1 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ സ്റ്റോറിയിലോട്ടാണെങ്കിൽ 16:9 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യാം. ഇപ്പൊ വെർട്ടിക്കലാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിലാണ്. ഇതാണ് അതിന്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, 16:9 ആകുമ്പോൾ ഈ പരന്നിട്ടുള്ള വരും. 4:3 ആകുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ്, 1:1 കറക്റ്റ് സ്ക്വയർ ആണ്. 3:4 ആകുമ്പോൾ റീൽ സൈസിലോട്ട് വരും. റീലല്ല, ചെറിയ റീലിന്റെ രീതിയിൽ വരും. പിന്നെ 9:16 ആകുമ്പോൾ കറക്റ്റ് റീൽ സൈസാ വരിക. ഓക്കെ, ഏത് ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. ഈ 4:3 അത് ഇഞ്ചാണോ സെന്റിമീറ്റർ ആണോ അളവ്? 4:3, 1:1, 3.4 ഇതൊക്കെ ഇതാണോ ഈ 1x 2x ഇതല്ലേ? അതല്ല, അതിന് മുകളിലല്ല 4 റേഷ്യോ ആണ്. അത് ഹൈറ്റ് അത് സെന്റിമീറ്ററിലാണോ ഇഞ്ചസിലാണോ എന്തിനാണ് എന്താ അളവ്? അത് റേഷ്യോ ആണ്, റേഷ്യോയിലാണ്. ഓക്കെ, അത് നമ്മൾ കാണുന്ന പിക്ചർ എത്ര വലുപ്പം ഉണ്ടോ അതിന്റെ റേഷ്യോ ആണ്. നീളം 4 ആണെങ്കിൽ വീതി 3 ആയിരിക്കും. അത് എത്ര ലാപ്ടോപ്പിൽ കാണുമ്പോൾ അതിന്റെ രീതിയിൽ, മൊബൈലിൽ കാണുമ്പോൾ അതിന്റെ രീതിയിൽ. ഞാൻ പറഞ്ഞത് ഇപ്പൊ 4:3 പറയില്ല, 4 നീളം വീതി 3 ആകുമ്പോൾ അത് സെന്റിമീറ്ററിലാണോ ഇഞ്ചസിലാണോ ഞാൻ ചോദിച്ചത്. അത് റേഷ്യോ ആകുമ്പോൾ ഏതിലും ആകാമല്ലോ സർ. സെന്റിമീറ്റർ ആണെങ്കിൽ 1:1 എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ബൈ 1 സെന്റിമീറ്റർ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല സാറിന്. നമ്മളിത് വലിയ മീഡിയയിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ആ സൈസ്, ഫയൽ സൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് റേഷ്യോ ആണ്. റേഷ്യോ ആണ് അതിന്റെ ഫോർമാറ്റ് എന്ത് വരണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ പ്രിന്റിങ്ങിനാണ്, ഫ്ലെക്സ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോംപ്റ്റിൽ ഫ്ലെക്സിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ് വരേണ്ടത് വരും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങളൊക്കെ LED ഈ ഇതിന്റെ ഇത് കൊടുക്കാറുണ്ട്. പിക്ചർ കൊടുക്കുമ്പം ചിലപ്പോൾ അത് ക്ലാരിറ്റി കിട്ടിയല്ല. LED കൊടുക്കുമ്പോൾ വലിയ പരിപാടിക്കിടയിൽ എംബ്ലോക്ക് കൊടുക്കുമ്പോൾ അതെങ്ങനെയാ ഇതിന് ക്ലാരിറ്റി? ഇതേ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇതിന്റെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിട്ട്, ഫോട്ടോന്റെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിട്ടാണോ? അതെ, നമ്മൾ ഈ ഇതേ നിർമ്മിക്കുന്ന പിക്ചറുകൾ LED കൊടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കുറവായിട്ടാ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി കൂട്ടാനുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അതായത് ഇന്ന പിക്ചർ ഒന്ന് എൻഹാൻസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ 4K അല്ലെങ്കിൽ HD അല്ലെങ്കിൽ 180 പിക്സലിലാക്കണം എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കൂട്ടി തരും. പിന്നെ അതിന്റെ ഷേപ്പില്ലേ, നമ്മൾ ചിലത് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഷേപ്പ് വരും. നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ കറക്റ്റ് സൈസിലും കറക്റ്റ് രൂപത്തിലും കിട്ടും. പക്ഷെ അത് LED കാണുമ്പോൾ അതിനൊരു അപ്പൊ LED റേഷ്യോ എന്താണ്, ഫയൽ സൈസ് എന്താ, അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യണം. അത് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതി വരും. LED റേഷ്യോ എങ്ങനെയാണ് വരുന്നത്
അതനുസരിച്ചുള്ള നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്ത് കറക്റ്റ് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ആയിക്കോട്ടെ റേഷ്യോ എങ്ങനെ മാറ്റാം എന്നുള്ളതും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആയിക്കോട്ടെ. യെസ്. അപ്പോ ഇത് എന്തുണ്ട് കണ്ടോ, നമ്മുടെ ലോഗോ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തന്നു. കണ്ടോ, ഇതിൽ റൈറ്റ് സൈഡിൽ കിനൈറ്റ്സ് എന്നുള്ള ബ്രാൻഡ് വന്നു. അപ്പൊ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാക്കാൻ എന്താ ചെയ്യണ്ടേ? റൈറ്റിലാണ് വന്നത്. ലെഫ്റ്റ് സൈഡിലത്തെ ലോഗോ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ലോഗോ മാത്രം വരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തരും. ആണെങ്കിൽ കാണിച്ചു തരാം. റിമൂവ് ലോഗോ ഓൺ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഇൻസേർട്ട് ഞാൻ തന്ന ലോഗോ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പൊ നിലവിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഗോ ഉണ്ട്, അത് റിമൂവ് ചെയ്യണം എന്ന് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും അതിനനുസരിച്ച് ചെയ്യും. നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ബ്രാൻഡിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇതിൽ നമുക്ക് കമ്പനിയുടെ വേറെ ഒന്നുമില്ല, കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വെബ്സൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് അത് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം? പ്രോംപ്റ്റ് കൊടുക്കുക, ആഡ് വെബ്സൈറ്റ് www.kinoites.in ആണെങ്കിൽ ഇത് എവിടെ വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അറ്റ് ലെഫ്റ്റ് സൈഡ് ബിലോ കോർണർ. ഞാൻ റാൻഡം പ്രോംപ്റ്റ് ആണ് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിലവിലുണ്ടായി. ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഗോ, അത് റിമൂവ് ചെയ്ത് നമ്മുടെ ലോഗോ ആക്കാൻ മാറ്റാൻ പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്തു. കണ്ടോ, ഡിഫറൻസ് മനസ്സിലായോ? ഹലോ, ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോഗോ മാത്രം ഒന്ന് നിലവിൽ ലോഗോ റിമൂവ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് കമാൻഡ് കൊടുക്കുന്നു അതുപോലെ ചെയ്തു തരും. അതാണ് AI മോഡൽസിന്റെ ഒക്കെ പ്രത്യേകത. ഇതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുകയാണ്, നമ്മളെ വെബ്സൈറ്റ് വേണം. ആഡ് വെബ്സൈറ്റ് www.kinoites.in എന്ന് കൊടുക്കുകയാണ്. എവിടെ വേണം എന്നുള്ള നമുക്ക് കൊടുത്താൽ അത് കറക്റ്റ് തരും. എവിടെയാണ്? ലെഫ്റ്റ് സൈഡ് കോർണറിൽ വേണം. ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ വേണം എന്ന് കൊടുത്തു. ആൾസോ നമുക്ക് നമ്മളെ രീതിയിൽ പറയട്ടോ, വളരെ നോർമൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ആൾസോ ആഡ് കോണ്ടാക്ട് നമ്പർ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ബോട്ടം ലെഫ്റ്റ് സൈഡ് അടി താഴെന്ന് കൊടുക്കാം, മേലല്ല. ബോട്ടം എന്ന് കൊടുത്താൽ ബോട്ടം ലെഫ്റ്റ് സൈഡ് കോർണർ. ആൾസോ ആഡ് കോണ്ടാക്ട് നമ്പർ റൈറ്റ് സൈഡ് ബോട്ടം. അതായത് ഇതിപ്പോ മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് എന്താന്നുള്ളത് അല്ലെ? ബോട്ടം റൈറ്റ് സൈഡ് കോർണർ. ഇപ്പോ കോണ്ടാക്ട് നമ്പർ എന്താന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുത്തു. അപ്പൊ എന്താണ് ഇനി മാറ്റം വരുന്നത് നോക്കാം. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് വേണം? കോണ്ടാക്ട് നമ്പർ വേണമെന്നാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ് മാറ്റം വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോട് പറയാം എന്നുള്ളതാണ്. ഇനി വേറെ രീതിയിൽ ഇപ്പൊ ഇനി ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന ഇപ്പൊ ഈ ബോട്ടിലിന്റെ കളർ മാറ്റണം, മൂടിയുടെ ബോട്ടിൽ നെക്കിന്റെ കളർ മാറ്റണം, ഈ ഓറഞ്ചിന്റെ കളർ റെഡ് യെല്ലോ ഉള്ളത് റെഡ് ആക്കി മാറ്റണം. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ കളറൊക്കെ നമുക്ക് മാറ്റി തരും. ഓക്കെ, ഇതൊക്കെ ഒരു ഫോട്ടോഷോപ്പിൽ നമ്മൾ ഒരു എഡിറ്റിംഗ് ടൂളിൽ ചെയ്യണമെങ്കിൽ നല്ല വർക്കുള്ളത്. ജസ്റ്റ് സിംഗിൾ പ്രോംപ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ജസ്റ്റ് ഇതിലൊരു ചേഞ്ച് കൊടുക്കണം. ഓറഞ്ച് ആണ് ഇതിലുള്ള ഇപ്പോ
ജസ്റ്റ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, ഇതിപ്പോ പ്യൂർ ഫ്രഷ്നെസ് ഇൻ എവറിഡേ ഡ്രോപ്പ് നാച്ചുറൽ ഡ്രിങ്ക് ഫ്രഷ് ടുഡേ എന്നാണ്. പ്യൂർ ഓറഞ്ച് ആണ്, അതിന് പ്യൂർ ആപ്പിളിൻ്റെതാണ് വേണ്ടതെന്ന് വെക്കാം നമുക്ക്. സപ്പോസ് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, എന്താണ് ഔട്ട് നോക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയുണ്ട് പോസ്റ്റർ? നമ്മുടെ ബ്രാൻഡിന്റെ പേര് വന്നോ? ആ ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട്, ആ ലോഗോയുടെ കളർ മാച്ചുമായിട്ട് കാണുന്നുണ്ടോ? ആ യെസ്, മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ലോഗോയുടെ കളറുമായിട്ട് മാച്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല. അടിപൊളി. ഈ ഓറഞ്ച് ജ്യൂസും ക്യുനൈറ്റ്സ് ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, വേറെ കാര്യം നമ്മൾ കൊടുത്തതെന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഭയങ്കര കോമഡി. യെസ്. അപ്പോ QNights.in വന്നു. അപ്പൊ നിങ്ങളെ ബ്രാൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്താ ആഡ് കൊടുക്കണ്ട, നോർമലി ഇങ്ങനെ കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്കിപ്പോ ഇതിന്റെ ഈ ബോട്ടിലിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അല്ല വേണ്ട, നമുക്ക് ആപ്പിൾ ജ്യൂസ് ആണ് വേണ്ടത്. ഓക്കെ, സപ്പോസ് കൊടുക്കുക. അപ്പൊ റിമൂവ് ദിസ് ഓറഞ്ച് use bottle to apple juice. ആപ്പിൾ ജ്യൂസ് ആണ് വേണ്ട ജ്യൂസ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് ഔട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു സിംഗിൾ പ്രോംപ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, നോർമലി നമ്മൾ ഇപ്പൊ ഒരാൾ ഒരു ഡിസൈനർ നമ്മളൊരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവരോട് ഓരോ ചേഞ്ചസ് നമ്മൾ പറയല്ലോ. ആ ചേഞ്ചസ് നമ്മൾ ഈ ChatGPT-നോട് പറഞ്ഞാൽ മതി. ChatGPT അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ തരും എന്നുള്ളതാണ്. സാറേ ഒരു എക്സ്ക്യൂസ് മീ, ഈ ലോഗോ കൊടുക്കണമെങ്കിൽ ആദ്യം ലോഗോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോട്, ഒരു ഡിസൈനർ നമ്മുടെ കൂടെ ഉണ്ട്, എന്തും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാള്, നമ്മൾ അറിവുള്ള ഒരാളുണ്ട്. അപ്പൊ അയാളുടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഇൻസ്ട്രക്ഷൻ ആണ് ഇവിടെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് AI പണിയെടുത്തോളും. യെസ് യെസ്, നമ്മളെ ലോഗോ എന്താണെന്നുള്ള AIക്ക് അറിയില്ലല്ലോ. യെസ്, പ്രീവിയസ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. യെസ്, അപ്പൊ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഇറ്റ്? അതിനനുസരിച്ച് തീമൊക്കെ അതിനനുസരിച്ച് മാറി. 2 മിനിറ്റ് കൊണ്ട് പോസ്റ്റർ ആയല്ലേ? ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ആയി. ഇനി നമുക്ക് മുന്തിരി ജ്യൂസ് ആണെങ്കിൽ, ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേണമെങ്കിൽ ബോട്ടിലിന്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേഞ്ച് നമുക്ക് ഏതെങ്കിലും ബോട്ടിലിന്റെ ചേഞ്ച് ബോട്ടിൽ സ്റ്റൈൽ, ബോട്ടിലിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റണം എന്ന് കൊടുക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ബോട്ടിൽ വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ബോട്ടിലിന്റെ റെഫറൻസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളെ കടയിൽ നിങ്ങൾ വിൽക്കുന്ന ജ്യൂസിന് നിങ്ങളായിട്ട് ഒരു ബോട്ടിൽ ഉണ്ടാവില്ലേ, നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ പോസ്റ്ററാണ് എനിക്ക് നിർമ്മിച്ചു തരേണ്ടത്. ഇതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി പണി അറിയുന്ന ഒരാൾ ചെയ്ത പോലെ തന്നെ അല്ലേ? ഫോണ്ട് അടിപൊളിയാണ്, അതിന്റെ കളർ തീമെല്ലാം അടിപൊളിയാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. യെസ്, ബോട്ടിലിന്റെ ഷേപ്പ് ഒന്ന് മാറ്റി. യെസ്, അടിപൊളിയല്ലേ? ഷേപ്പ് മാറ്റാൻ പറഞ്ഞു, ബോട്ടിലിന്റെ ഷേപ്പ് മാറ്റി. മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ബോട്ടിലിന്റെ ഷേപ്പ് പറഞ്ഞാൽ ഇതായിരുന്നു, ഒന്നുകൂടി മെലിഞ്ഞിട്ടായിരുന്നു, സ്ലിം ആയിരുന്നു, ഒന്നുകൂടി ഒന്ന് ബൾക്കി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.
ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിൽ മുന്നേ ചെയ്ത് നോക്കിയിട്ട് അത് ഒരു പുതിയ അറിവാണോ? ഇത് അടിപൊളിയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് അത്ര ഇതായിട്ട് വന്നിട്ടില്ല. ഓക്കെ. ഇത് നല്ല ഇതായിട്ട് വന്നു. യെസ്. ഇനി നമുക്ക് ഇതിന്റെ നമുക്ക് റീൽ ഇടാൻ പറ്റുന്ന ഒരു ഫോമല്ല. റീൽ എന്ന് പറയാൻ പറ്റൂല. ഇതിന്റെ ഒരു 4:3 എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. അതായത് ഇതിന്റെ റേഷ്യോ മാറ്റണമെങ്കിൽ നമുക്ക് ചേഞ്ച് ദി റേഷ്യോ ഇൻടു 9:16 ആണ് റീലൊക്കെ ഇടാനുള്ള അല്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇടാനുള്ള ഫോമാറ്റ് 9:16 ആണ്. അപ്പൊ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ റേഷ്യോ നമുക്ക് മാറ്റി തരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് റേഷ്യോ മാറ്റാം എന്നുള്ളതാണ്. നമ്മൾ ഈ റേഷ്യോസിന്റെ ലെങ്ത് നിങ്ങൾക്ക് പഠിച്ചു വെക്കട്ടോ. ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ 4:3 എന്ന റേഷ്യോയിലാണ് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റുകൾ നിർമ്മിക്കുക. സ്റ്റോറികളാണെന്നുണ്ടെങ്കിൽ 9:16 ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ. പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ലാൻഡ്സ്കേപ്പ് മോഡ് ആണെങ്കിൽ 16:9 ആണ് വരിക. ഒരു കവർ ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ 16:9 എന്ന റേഷ്യോയിലാണ് വരിക. റേഷ്യോസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ റേഷ്യോ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഈ റേഷ്യോസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇതിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യണേനോ? ഫേസ്ബുക്കിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:3 എന്നുള്ള പോസ്റ്റുകളൊക്കെ 4:3 എന്ന റേഷ്യോ ആണ് ഞാൻ കാണിച്ചത്. ഇതാണ് റീൽ സൈസ്. കണ്ടോ, ഫുൾ സ്ക്രീൻ വരും. ഇതാണ് 16:9 എന്ന റേഷ്യോ. സോറി, 9:16. 9 എന്ന് പറഞ്ഞാല് അതിന്റെ വീതിയാണ്, വിഡ്ത്താണ്. ഹൈറ്റ് ആണ് 16 കേട്ടോ. അപ്പോ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ നേരത്തെ ഞാൻ കാണിച്ചു തന്നതിൽ ഫ്ലോയില് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. 16:9 ആണ് ഇങ്ങനെ വരുന്നത്. 4:3 ആണ്. സ്ക്വയർ അല്ല, പക്ക സ്ക്വയർ അല്ല. 3:4 ആണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സൈസ് പോസ്റ്റുകളായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് സ്ക്വയർ ടൈപ്പ് ആണ് വേണമെന്നെങ്കിൽ 1:1 ആണ്. 4:3 പറഞ്ഞാലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. സ്റ്റോറികളിൽ നമുക്ക് വേണ്ട പോസ്റ്റാണ് 9:16. ഓക്കെ, ലാൻഡ്സ്കേപ്പ് മോഡിലാണ് വേണ്ടത്. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കണം. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. ChatGPT കാണുന്നില്ലേ? സ്ക്രീന് കാണുന്നില്ലല്ലോ. എല്ലാവർക്കും കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് കാണുന്നുണ്ടാവും. നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. സാർ ഇപ്പം ക്ലാസ് എടുക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടേ. ശരി. ഓക്കെ. നമ്മൾ റേഷ്യോ ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആദ്യം നമ്മൾ 9:16 വേണമെന്ന് പറഞ്ഞു, ആ റേഷ്യോയിൽ തന്നു. ഇനി നമ്മൾ 16:9 റേഷ്യോയിലാണ് വേണമെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്താണ് തരുന്ന ഔട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട റേഷ്യോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആ റേഷ്യോക്ക് മാറ്റി തരും. ഓക്കെ, ഇതൊരു ഡിസൈനർ ആണ്, ഒരു ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ ആയിരിക്കണം, വേറൊരു ക്യാൻവാസ് ബിൽഡ് ചെയ്ത് സെറ്റാക്കി ചെയ്യണം. കണ്ടോ എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുന്നത്? അതിനനുസരിച്ച് അലൈൻമെന്റ് ഫോണ്ടൊക്കെ അതിനനുസരിച്ച് മാറ്റി തന്നു. പിക്ചർ അടക്കം അതിനനുസരിച്ച് സെറ്റാക്കി തന്നു. കാണുന്നുണ്ടോ? ഇതാണ് 16:9 എന്ന ഫോമാറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഹലോ, മനസ്സിലായി. യെസ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി സ്ക്വയർ ഫോർമാറ്റ് അവിടെ വേണമെങ്കിൽ 1:1. ഇനി വേണമെങ്കിൽ നമുക്ക് 1:1 കൊടുത്താൽ മതി. 1:1 കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ഫോർമാറ്റ് നമുക്ക് തരും. അപ്പൊ ഏത് ഫോർമാറ്റിലാണ് നമുക്ക് വേണം. അപ്പൊ നമുക്ക് തന്നെ ഒരു നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പോസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി വരും. റീലിന് വേണ്ടിയിട്ട് 9:16 വേണ്ടി വരും. പോസ്റ്റിന് വേണ്ടിയിട്ട് 16:9 വേണ്ടി വരും. അതുപോലെ നോർമൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 4:3 3:4 വേണ്ടി വരും. അപ്പൊ എല്ലാ സൈസിലും നമുക്ക് എന്ത് ചെയ്യാം, ChatGPTയോ ജെമിനിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ലൈവായിട്ട് നമുക്ക് 2-3 മിനിറ്റ് പോരെ മാറ്റം വരുത്താൻ. അപ്പൊ അറ്റ് എ ടൈം മറ്റൊരു ഡിസൈനർ ഉണ്ട്, അവരെ കാത്തു നിൽക്കണം, അവരെ വെയിറ്റ് ചെയ്യണം. അവര് ഔട്ട് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചേഞ്ച് പറഞ്ഞു കൊടുക്കണം. അപ്പം
ടൂൾ ഉണ്ടായാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം, ഒരുപാട് ക്യാഷ് ലാഭിച്ചൂടെ? മറ്റൊരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മളല്ലേ. എന്റെ കമ്പനിയിലെല്ലാം ഞാൻ ആദ്യമൊക്കെ ടൂൾ ഉപയോഗിക്കാത്ത കാലത്ത് അവരെ ഔട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് ഭയങ്കര ഫാസ്റ്റ് ആണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഇതാണ് ഒരു സ്ക്വയർ ഫോർമാറ്റ്. കറക്റ്റ് 1:1 റേഷ്യോയിൽ നമുക്ക് സാധനം കിട്ടി. യെസ്, അപ്പൊ ഇത് അടിപൊളിയാണ്, സെറ്റാണ് എന്നുള്ളതാണ്. ഇതന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്ലോയിലൊക്കെ ചെയ്ത് നോക്കട്ടോ. ഫ്ലോയിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ChatGPT പ്രോ വെർഷൻ ഉള്ളതുകൊണ്ടാണ് നിരന്തരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഈ സെയിം സാധനം എന്ത് ചെയ്യാം, ഫ്ലോ ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഫ്ലോയിൽ തന്നെ ഇവിടെ നാനോ ബനാന 2 എന്ന മോഡലാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. പ്രോ ഉണ്ട്, ഇമേജിൻ 4 എന്ന മോഡൽ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതന്നെ നമുക്ക് ChatGPT കൊടുത്ത പ്രോംപ്റ്റ് വേണമെങ്കിൽ ഫ്ലോയിൽ എന്നിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ്. ഓക്കെ, ഒന്ന് കോപ്പി ചെയ്തു. ഫ്ലോയിൽ നമുക്ക് ഇമേജിൻ എന്ന മോഡൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ഞാൻ കൊടുത്തിട്ടുള്ള റേഷ്യോ 4:3 ആണ്. ഇമേജിൻ 4 എന്ന മോഡലാണ് കൊടുത്തിട്ടുള്ളത്. ഇമേജിൻ 4 എന്ന മോഡൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നാനോ ബനാന വേറെ ഏത് മോഡലാണെങ്കിൽ അത് കൊടുക്കാം. യെസ്, ഇത് ഫ്ലോ തന്ന ഔട്ടാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ തന്നെ തന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഒരു പ്യൂർ ഫ്രഷ്നെസ് ഇൻ എവറി ഡ്രോപ്പ്. സെയിം പ്രോംപ്റ്റ് ആണ് ChatGPTയിലും ഇതിലും കൊടുത്തപ്പോഴുള്ള മാറ്റം ആണ് തന്നിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മോഡൽ മാറ്റിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇമേജിൻ 4 എന്ന മോഡലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൽ നാനോ ബനാന പ്രോ എന്ന മോഡൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ മാറ്റം, പല മോഡൽസും പല രീതിയിൽ എങ്ങനെ തരുന്നു നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നേരത്തെ കൊടുത്തിട്ടുള്ളതിൽ അതിൽ തന്നെ നമ്മൾ ചേഞ്ച് വരുത്തുകയാണ്. അതിൽ നമ്മൾ മോഡൽ മാറ്റിയിട്ട് ജസ്റ്റ് സെയിം പ്രോംപ്റ്റ് കൊടുത്തിട്ട് നാനോ ബനാന പ്രോയിൽ ഇട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ എന്താണ് മാറ്റം, ഏത് മോഡലാണ് ബെറ്റർ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇതൊന്നും കൂടി അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നാനോ ബനാന പ്രോ മോഡൽ. ഇനി വേണമെങ്കിൽ നാനോ ബനാന തന്നെ ബനാന 2 എന്ന മോഡൽ ഉണ്ട്, അത് വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. നമുക്ക് എത്ര പോസ്റ്ററും ഫ്ലോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഫ്ലോ പറഞ്ഞ ടൂളിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് മുകളിൽ ഒരു ക്രോപ്പ് ചെയ്യുന്ന ഒരു ഇമേജ്, അതുപോലെ പെൻസിലിന്റെ ഒരു ഇമേജ് ഒക്കെ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. യെസ്, ബനാന 2 എന്ന മോഡലിൽ ഏകദേശം പ്രോ ബനാന 2 മോഡൽ ഏകദേശം സെയിം റിസൾട്ടാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇതിൽ പെൻസിൽ നിങ്ങൾക്ക് ഒരു പെൻസിൽ എടുക്കാൻ പറ്റും, കണ്ടോ, വരക്കാൻ പറ്റും. ഇത് കണ്ടോ, ഫ്ലോന്റെ പ്രത്യേകതയാണ്. ഇതിൽ പെൻസിൽ പറഞ്ഞാൽ ഈ മോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇപ്പൊ ഈ ബോട്ടിൽ നമുക്ക് സപ്പോസ് ഈ ഓറഞ്ച് ഇവിടെ വേണ്ട, മനസ്സിലായോ? ഈ ഓറഞ്ച് നമുക്ക് ഇവിടെ എടുത്ത് കളയണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ്, എന്നിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കാം, റിമൂവ് ദി ഓറഞ്ച് ഇൻ ദി സർക്കിൾ. ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള ഈ ഓറഞ്ച് നമുക്ക് വേണ്ട എന്നാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം,
ഇതിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷന് ഫ്ലോ തരുന്നുണ്ട്. ChatGPT അത് പോസിബിൾ അല്ല, പക്ഷെ ഇവിടെ അത് പോസിബിൾ ആണ്. അത് സിംഗിൾ ഇമേജിൽ നമുക്ക് മാറ്റം വേണ്ടത് പറഞ്ഞു നമുക്ക് മാറ്റാൻ പറ്റും. അതിന് കുറച്ച് ടൂൾസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. റൗണ്ട് ഇടാനും വട്ടിടാനും ഇതിനൊക്കെ. നമ്മൾ അതിൽ ഈ ഓറഞ്ച് ഏതെങ്കിലും ഒരു എലമെന്റ് വേണ്ട എന്നുള്ള നമുക്ക് വരച്ചു കൊടുത്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറയാം. അപ്പൊ എന്താണ് ഔട്ട് എന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ആ ഓറഞ്ച് ഒന്ന് റിമൂവ് ചെയ്തു. കിട്ടിയോ ഇതെങ്ങനെ ചെയ്തെന്നുള്ളത്? ഹലോ, യെസ്, ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് ഇപ്പൊ ഈ നമുക്ക് ഈ പ്യുവർ ഫ്രഷ്നെസ് ഇൻ എവരി ഡ്രോപ്പ് എന്നുള്ള ഈ സാധനം വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് റൗണ്ട് ചെയ്തിട്ട് ഇത് ഒഴിവാക്കാൻ പറയാം. ഈ റൗണ്ട് ചെയ്ത് കൊടുത്ത് ഇത് ഒഴിവാക്കിയിട്ട് വേറെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറയാം. സപ്പോസ് നമുക്ക് ഈ റൗണ്ട് ഇട്ട് കൊടുത്തപ്പോഴല്ലോ നമ്മളെ കോൺടാക്ട് നമ്പർ വേണം, ഇതിന്റെ ഉള്ളിൽ മാത്രം വരണം, അവിടെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ലോഗോ വരണം, അപ്പൊ അവിടെ കൊടുക്കാം. ഇതിന്റെ കളർ മാറ്റണം, അങ്ങനെ റൗണ്ട് ഇട്ടെടുത്ത് ഇത് ഒഴിവാക്കണം, ഇന്നത് ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഫ്ലോ തരുന്നുണ്ട്. ഒന്നും കൂടി അഡ്വാൻസ്ഡ് ഫീച്ചർ ആണ് വരുന്നത്. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ChatGPT ഉണ്ടാക്കി ഒരു പോസ്റ്ററോ അല്ലെ ഒരു പോസ്റ്റർ, ആ പോസ്റ്റർ ഇതിൽ കൊണ്ടുവന്ന് അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം വെച്ചാൽ അത് നടക്കുമോ? യെസ്, പോസിബിൾ ആണ്. സപ്പോസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് വരേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ, ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റർ ആണ്. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു, സേവ് ചെയ്തു, ChatGPT സേവ് ചെയ്തു, നമ്മുടെ ഫ്ലോയിൽ വരുന്നു, ഫ്ലോയിൽ പ്ലസ് ഐക്കൺ ആഡ് ചെയ്യുന്നു. അപ്ലോഡ് ഇമേജ് കണ്ട, ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മീറ്റിംഗ് ആണ്. യെസ്, ഇതിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളത് സെലക്ട് ചെയ്തു. ഇതിൽ എന്ത് മാറ്റാണ് വരുത്തേണ്ടത് മാഡം പറയൂ, എന്ത് മാറ്റാ നമുക്ക് വേണ്ടേ? അതിലെ ആ എംബ്ലം മാറ്റി വേറൊരു എംബ്ലം വെക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിതൊന്ന് റൗണ്ട് ഇടാം. റിമൂവ് ദി ലോഗോ സർക്കിൾ. ഞാൻ ചോദിക്കുന്നത്, ആ എംബ്ലം മാറ്റി വേറൊരു എംബ്ലം വെക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഓക്കെ, നമ്മളെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ട് യു വാണ്ട് ലോഗോ നമുക്ക് അക്കാഡമി ഉണ്ട്.
ഇതിന്റെ ലോഗാണ് നമുക്ക് വേണ്ടത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ദിസ് ലോഗോ ഒന്ന് കൊടുത്തിട്ടോ, മറ്റത് വരുന്നേ ഉള്ളൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ലോഗോ നമുക്ക് റിമൂവ് ആയി കിട്ടി. ഇനി ആഡ് ദിസ് ലോഗോ പറഞ്ഞിട്ട് മറ്റു നമ്മൾ വേണ്ട ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇത് നമുക്ക് നേരിട്ട് ചാറ്റ് GPT തന്നെ ചെയ്യട്ടോ മാഡം. ചാറ്റ് GPT നമുക്ക് വേറെ ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ലോഗോടെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ ലോഗോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യും. ചാറ്റ് GPT തന്നെ ചെയ്തു തരും കേട്ടോ, ഫ്ലോയിൽ മാത്രമല്ല. ഓക്കെ. ഇതെന്താ വന്നിട്ടില്ല, ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. Add this logo. അപ്പം കൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലെ, എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടതെന്ന്, ഒരു ഫോട്ടോയിൽ എങ്ങനെ എഡിറ്റിംഗ് കൊണ്ടുവരാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ എടുത്തത്. എങ്ങനെ ഒരു നമ്മുടെ ബ്രാൻഡിൽ എങ്ങനെ ചെയ്യാം, ബ്രാൻഡിന്റെ വേണ്ട പേര്, കോൺടാക്ട് നമ്പർ ആണെങ്കിൽ അത്, വെബ്സൈറ്റ് ആണ്, അതായത് എവിടെ പ്ലേസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അത് നമുക്ക് എന്ത് തരും, അതിനനുസരിച്ച് പ്ലേസ് ചെയ്ത് തരും. പിന്നെ അതിലെന്റെ മാറ്റം വരുത്തണമെങ്കിൽ പിന്നീട് നമുക്ക് പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെ എഡിറ്റിംഗ് കൊണ്ടുവരാം. ക്ലിയർ ആയല്ലോ ഇന്നെടുത്ത സെഷന്? പിന്നെ ഫ്ലോറിന് ടൂൾ ഉണ്ട്. ഫ്ലോയിൽ എന്തൊക്കെ മോഡൽസ് ഉണ്ട്, ഫ്ലോന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. മാഡം ചേഞ്ച് കൊണ്ട് കണ്ടോ, ഫില്ലോർ അക്കാദമിയുടെ ലോഗോ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാനുണ്ട്, ലോഡ് ആകാൻ സമയം എടുക്കുന്നുണ്ട്. കണ്ടോ, സ്കില്ലോർ അക്കാദമിയുടെ ലോഗോ ആണ് വന്നിട്ടുള്ളത്. സെൻട്രലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണം. ഇപ്പൊ നമുക്ക് എവിടെ വേണ്ടെന്നുള്ള കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് വരും. ഓക്കെ, താങ്ക് യു. യെസ്. അപ്പോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രാൻഡിലുള്ള പോസ്റ്റേഴ്സ് വേണം. നിങ്ങൾക്ക് ബ്രാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യാം കേട്ടോ, ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട്. ലോഗോ ബ്രാൻഡിന് വേണ്ടി ലോഗോ ഡിസൈൻ ചെയ്യാം, എന്തും ചെയ്യാം. ലോഗോ ഇല്ലാത്ത ലോഗോ ഡിസൈൻ ചെയ്യാം. എങ്ങനെ ഡിസൈൻ ചെയ്യാം? ഐ നീഡ് എ ലോഗോ ഫോർ എ ബ്രാൻഡ്. നമുക്ക് ബ്രാൻഡിന് ഒരു പേരിടാം, അല്ലെങ്കിൽ അക്കാദമി വേണമെങ്കിൽ ഒരു പേരിടാം. ഇതിന്റെ പേർപ്പസ് ഇതാണ്. എങ്ങനെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഐഡിയ പറഞ്ഞു കൊടുക്കുക. ഐഡിയക്ക് അനുസരിച്ചുള്ള ഒരു ബ്രാൻഡ് ലോഗോ വേണമെന്ന് പറയാം. ഒരു ഐഡിയ ഇല്ലെങ്കിൽ പേര് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്തിരുന്നെന്ന് പറയാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ലോഗോ ഉണ്ടാക്കാം. ലോഗോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാം, നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സംശയം ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ വരുന്നുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോ വരും. നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. ഇന്നലത്തെ അത്ര ഡൗട്ട് ഉണ്ടോ? എങ്ങനെ ഇന്നലത്തെ അത്ര തന്നെ ഫാസ്റ്റ് ആയിട്ട് തലേ കണ്ട് കയറിയില്ല. വീഡിയോ കണ്ടാൽ ഏറെക്കുറെ റെഡിയാവും. സാർ എന്ത് ചെയ്യുന്നു? സാർ പേരെന്തായിരുന്നു? മറന്നു പോയിട്ടോ. അബൂസിന. ഞാൻ ചെറിയൊരു ബിസിനസ് ആണ്, കച്ചവടം. ഇപ്പൊ നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് പോസ്റ്റർ ഒക്കെ നിർമ്മിക്കാറുണ്ടോ? ഈദ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണം പോസ്റ്റേഴ്സ്? ഗ്രൂപ്പിൽ ഇട്ടിരുന്നു.
ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഇപ്പൊ ഞാന് സാറ് പറഞ്ഞ നോക്കിക്കൊണ്ട് ചെയ്തു. കമ്പനി പോസ്റ്റർ ഒക്കെ ചെയ്തപ്പോ ഏറെക്കുറെ ആവുന്നുണ്ട്. എന്നാൽ പോലും ഈ ചേഞ്ച് വരുത്താനുള്ളതും മറ്റുമൊക്കെ ഒന്നുകൂടെ ഫാസ്റ്റ് ആവാണ്ട്. അങ്ങനെ ചെയ്ത് ശരിയാവും. പിന്നെ നിങ്ങൾ ഇത് നമ്മൾ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഈ ഫ്രീ വേർഷനില് ഇത് നിങ്ങൾ അത്ര ഇമേജ് ക്ലാരിറ്റിയും ക്വാളിറ്റി ഒന്നും കിട്ടൂലല്ലോ. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്ലോ ട്രൈ ചെയ്ത് ഫ്ലോയിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്ലോ നല്ലൊരു ഓപ്ഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് വേർഷൻ എടുത്താൽ മതി. ഒരു 399 രൂപയുള്ളൂ ഇന്ത്യക്കാർക്ക് വരുന്നത്. പ്ലാൻ ആരെയും ചെക്ക് ചെയ്തിരുന്നോ? 399 പ്ലാൻ തന്നെ അല്ലല്ലോ. 399 അതിന്റെ കാലാവധി എത്ര? എങ്ങനെ? 399 1 ഇയറോ 1 മന്തോ? 1 മന്ത് ആണ് വരുന്നത്. 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ആണ്. അതായത് നിങ്ങൾ നിലവിൽ ഒരു ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ് വേറെ ആരും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ട് നോക്കുക. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയോ ലാഭമായിരിക്കും. തീർച്ചയായിട്ടും ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം നിങ്ങൾ ഒരു 100 രൂപ ഏതായാലും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു മാസം എത്ര പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു 399 രൂപ കൊടുത്താൽ ചെയ്യാൻ പറ്റും നോക്കാം. നിങ്ങൾക്ക് വർത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ടൂൾ ഉണ്ട്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, യെസ്. വേറെ ആരോ ഒരു ചോദ്യം ചോദിച്ചല്ലോ. ആരായിരുന്നു ഹലോ ചോദിച്ചത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ജിയോയില് വരുന്ന ഗൂഗിൾ ജെമിനി ഫ്രീ ഇല്ലേ? അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, പുറത്തേക്കില്ല. അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? റോമിങ്ങിന്റെ 2000-3000 റുപ്യ എന്തായാലും ചെയ്തിട്ടുണ്ട്, എന്നാലും അത്രേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ലൊക്കേഷൻ മാറുന്നോണ്ട് ഉള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ VPN ഓൺ ആക്കിയിട്ട് VPN കണക്ട് ചെയ്തിട്ട് രാജ്യം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ LPG കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, VPN എന്ന സംഗതി ഉണ്ട്, അറിയോ? അതെങ്ങനെയാ VPN മാറ്റിയിട്ട് ചെയ്യലൊന്നുള്ളത് കാണിക്കുമോ? ഞാൻ ഓൾറെഡി എന്റെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നിങ്ങൾ എവിടെയാണ് ഇപ്പോ? ഖത്തറിലാണ്. ഖത്തറിൽ എത്രയാണ് ഇത് വരുന്നത് നോക്കിയാ നിങ്ങള് ജിയോ വൈ ചെയ്ത് നോക്കിയാണ് അല്ലേ? ജിയോ ചെയ്താണ്. ജിയോന്റെ 1 ഇയർ 18 മാസത്തെ ഫ്രീ ഇല്ലേ? അതെ. VPN നിങ്ങള് ആൻഡ്രോയിഡ് ആണോ ഐഫോൺ ആണോ? ആൻഡ്രോയിഡ് ആണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് VPN എന്ന് അടിക്കുക. VPNന്റെ ആപ്പ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ VPN ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്ക് മാറുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് VPN ഓൺ ആക്കിയിട്ട് നമ്മുടെ മൊബൈൽ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ രാജ്യം മാറ്റി ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ ഏത് കൺട്രിയിലാണോ അത് കൊടുക്കുക. സോറി, ഇന്ത്യ എന്ന് കൊടുക്കുക. നിങ്ങൾ പുറത്ത് രാജ്യമാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ സെറ്റിംഗ്സിൽ എന്താണ് കൊടുത്തത് മാറ്റിയിട്ട് നെറ്റ്വർക്ക് ഏതാണ് അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഇന്ത്യ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിപ്പോ ചെയ്യണമെങ്കിൽ VPN ഒന്നുമില്ല, എന്റെ VPN ഇല്ല, അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ വേണം കാണിച്ചു തരണമെങ്കിൽ. ഓക്കെ, നിങ്ങൾ ഇത് ഫ്ലോ ഉപയോഗിക്കാം. ഫ്ലോ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഫ്ലോ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ ക്ലിയർ ആയത്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടുള്ള എങ്ങനെ നമ്മുടെ ബ്രാൻഡിൽ എങ്ങനെ ചെയ്യാം, പോസ്റ്ററിൽ എങ്ങനെ എഡിറ്റ് കൊണ്ടുവരാം. ഓക്കെ, ആക്ച്വലി ഈ എഡിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പണിയാണ്. അത്ര സിമ്പിൾ ആയിട്ടാണ് ഒരു AI ടൂൾ ചെയ്യുന്നത്. കാരണം മണിക്കൂറുകളോളം എടുത്ത് ചെയ്യുന്ന പരിപാടി ഇപ്പം ജസ്റ്റ് ഒരു 1 or 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് AI വന്നത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. പിന്നെ വേറെ എന്തെങ്കിലും എലമെന്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യണമെങ്കിൽ, വേറെ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഒരു കമന്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തോട്ടിൽ എന്തൊക്കെയാണ് വേണം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇപ്പൊ AI ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് ഒരു പോസ്റ്റർ, ഗൂഗിളിന്റെ മിക്സ് ബോർഡ് എന്നൊരു ടൂൾ ഉണ്ട്. ഒരു പോസ്റ്റർ കിട്ടി കഴിഞ്ഞാൽ ആ പോസ്റ്ററിന് എങ്ങനെ എലമെന്റ്സ് ഒക്കെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ടൂൾ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മളൊരു പോസ്റ്ററിലെ ഇപ്പൊ നമുക്ക് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന ഏരിയ എന്താണ്? ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ആളുകളുടെ പെട്ടെന്ന് നമ്മളെ കണ്ണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫറിലോട്ടായിരിക്കും നമ്മളെ കണ്ണ് പോകുന്നത് അല്ലേ? അപ്പൊ എവിടെ ടെക്സ്റ്റ് കൊടുത്താലും എന്ത് കോൺടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറ്റൻഷൻ കിട്ടുക. അപ്പൊ അത് അനലൈസ് ചെയ്യാൻ ഒരു ടൂൾ ഉണ്ട്. അപ്പൊ ആ ടൂളിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള പ്രോംപ്റ്റുകളും കാര്യങ്ങളും ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ഇപ്പൊ നമ്മൾ ഓരോ ചേഞ്ചസ് പറഞ്ഞ് ആണ് നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പൊ അതിനാണെങ്കിൽ ഇൻസ്റ്റന്റ് ഒരു പ്രോംപ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോസ്റ്റ് പെട്ടെന്ന് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളായിരിക്കും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സാർ, അന്ന് പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഇമേജുകളും പിക്ചറുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സൈറ്റ്. യെസ്, പിൻട്രസ്റ്റ് ആണ്. പിൻട്രസ്റ്റ് ഞാൻ ചാറ്റ് ബോക്സിൽ ഒന്നും ഇടാം. ഓക്കെ അതില് നമുക്ക് ഇഷ്ടം പോലെ അതിന് എടുക്കാൻ പറ്റും അല്ലേ? യെസ്, ഒരുപാട് ഡിസൈൻസ് അതിലുണ്ട്. ഓക്കെ, വേണ്ട ഡിസൈൻസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ChatGPT ജെമിനിക്ക് യൂസ് ചെയ്തുകൊണ്ട്. അത് ഫ്രീ അല്ലേ? ആർക്കും എപ്പോഴും എവിടുന്ന് എത്രയും എടുക്കാലോ അല്ലേ? ഡിസൈൻസ് ഫ്രീ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പേയ്മെന്റ് ആണ്. നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടിയാൽ മതി, വിഷയമല്ല. ഓക്കെ, നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ. പേയ്മെന്റ് ആവശ്യമില്ല. പേയ്മെന്റ് ആവശ്യമില്ല, ഫ്രീ ആണ്. അതിലൊക്കെ ചില നല്ല അടിപൊളി ഡിസൈൻസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഡിസൈൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ വിഷ്വൽ മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, വിഷ്വൽ കിട്ടാൻ നമുക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മതിയല്ലോ, ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ല അതില് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട് അതില് കോപ്പി ഇമേജ് ഉണ്ട്. ചിലത് വാട്ടർമാർക്ക് ഉണ്ടാവും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. വാട്ടർമാർക്കുള്ള ഇമേജ് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ടർമാർക്ക് കളയുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വിഷയമല്ല, വിഷ്വൽ കിട്ടിയാൽ മതി. വരുന്നില്ലല്ലോ, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ പൊതുവെ സ്ക്രീൻഷോട്ട് എടുക്കലാണ്. ഓക്കെ, അത്ര പർപ്പസ് ഉള്ളൂ. ഓക്കെ, പൊതുവെ സാറേ ഈ സ്ക്രീൻഷോട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാരിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമോ? അതിന്റെ ഒരു അല്ല, നമ്മളോട് AI-നോട് റീക്രിയേറ്റ് ചെയ്യാനുള്ള പറയുന്നത്, നമുക്ക് അതൊരു വിഷയമല്ല. ഓക്കെ, ഒറിജിനാലിറ്റി കിട്ടും. യെസ്, AI റീക്രിയേറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്, നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നല്ലോ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ എനിവേ താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ശരി ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.